ആരാ മനസ്സിലായില്ല? എന്താ പേര്? ഞാനൊരു മാന്യനാണ്. ഞാനൊരു മാന്യൻ. വളരെ നല്ല പേരാണല്ലോ. എന്താ ഇനിഷ്യൽ? അല്ല, ഞാനൊരു മാന്യനാണ്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഒരു പരാതി പറയാൻ വേണ്ടി വന്നു. എന്താ നിന്റെ പരാതി? പറയൂ. ഞാനൊരു മാന്യനാണ്. അതാണോ നിന്റെ പരാതി? അതല്ല എന്റെ പരാതി. പിന്നെ എന്താ പരാതി എന്ന് വെച്ചാ പറയടാ. ഈ അടുത്ത സമയത്ത് നമ്മുടെ വീടിനടുത്ത് ഒരു ഗൾഫുകാരനും ഭാര്യ കൂടെ താമസിച്ചു. നമ്മളൊരു മാന്യനാണല്ലോ. ഓ ആണല്ലോ. സ്വാഭാവികമായിട്ടും നമ്മൾ അയലത്തുകാരെന്നുള്ള രീതിയിൽ അടുത്ത് എന്ന് പരിചയപ്പെട്ടു. തീർച്ചയായിട്ടും പരിചയപ്പെടണം. നല്ല കമ്പനിയായി. ഗൾഫുകാരനോട്ട് ഞാൻ നല്ലപോലെ അടുത്തു. എന്നിട്ട് അപ്പൊ പുള്ളി ഗൾഫിൽ നിന്ന് കിട്ടുന്ന കോച്ച് എനിക്ക് ഒഴിച്ചു തന്നു. കോച്ച് കുപ്പി കോച്ച് കോച്ച് കോട്ടും ഷൂട്ടും ഇട്ടോണ്ട് ഇറങ്ങിയേക്കുവാ. വായിന്ന് വന്ന കേട്ടായിരുന്നു കോച്ച്. എന്നിട്ട് കോച്ച് അങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങ് കമ്പനിയായി. കമ്പനിയായി. എന്ന് ചെല്ലും എനിക്ക് കോച്ച് ഒഴിച്ചു തരും, കുടിക്കും, പാട്ട് മേളം വർത്താനം. എന്നും നീ അവിടെ ചെല്ലും, അയാൾ കോച്ച് ഒഴിച്ചു തരും, പിടിക്കും, നീ അത് കൂച്ചും. എന്നിട്ട് കോച്ച് കൂച്ചിട്ട് അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയായി. കമ്പനി എന്റെ പൊന്ന് സാറേ, ഒരു സുപ്രഭാതത്തില് എന്നോട് പോലും പറയാതെ ഈ പുള്ളി നേരെ ഗൾഫിൽ അങ്ങ് പോയി. അയ്യോടാ. ഞാനാണെങ്കിൽ വിഷമിച്ച ആ പാടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അതാരായാലും വിഷമിച്ചു പോകും. കാരണം കോച്ച് കൂച്ചുന്നതല്ലയോ ഓസിന്. എടാ, നിനക്കിവിടെ കോച്ച് കഴിച്ച് നിന്നെ കൂപ്പിച്ചോണ്ടിരുന്നാ മതിയോ? അയാൾക്ക് ഭാര്യയും മക്കളും ഉള്ളേ അല്ലേ? അതെ. അയാൾ ഗൾഫിൽ ജോലിക്ക് പോകണ്ടേ? അത് വേണം. പിന്നെ ഇയാൾ വിഷമിച്ചാ മതിയോ? അല്ല, അങ്ങനെ പുള്ളി അങ്ങ് പോയി. പുള്ളി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഭാര്യ തന്നെ അല്ലേ ഉള്ളൂ വീട്ടില്. അതെ അതെ. അങ്ങനെ ഒരു ദിവസം ഭാര്യ തന്നെ ഉള്ളപ്പോ ഞാൻ അതുവഴി ഒന്ന് പോയി. അപ്പോ ഞാനൊരു മാന്യനാണല്ലോ. നിന്റെ പറച്ചിലെ കേട്ടതൊന്നും നീ മാത്രമേ മാന്യനുള്ളൂ, ബാക്കി എല്ലാവരും മോശക്കാരാണെന്ന്. ഞാൻ മോശക്കാരനാണോടാ? അതെനിക്കറിയത്തില്ല. പിന്നെ അപ്പൊ ചേച്ചിയുടെ വീടിനടുത്തൂടെ ചെന്നപ്പോ ചേച്ചി എന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ബൾബ് ഫീസായി പോയി, ഒന്ന് മാറി തരാമെന്ന് ചോദിച്ചു. എന്നിട്ട് ഞാനൊരു മാന്യനാണല്ലോ. അപ്പൊ ഞാന് ഈ ബൾബ് മാറിയിട്ടു. ബൾബ് മാറിയിട്ട സന്തോഷത്തില് ചേച്ചി എനിക്ക് ഒരു കപ്പ് കാപ്പി എടുത്തി തന്നു. എന്നിട്ട് ഞാനൊരു മാന്യനാണല്ലോ. എടാ, അത് പിന്നെയും പറയണോ? എടാ, നീ അഴുക്കനാക്ക, ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ ഞാൻ ആ കാപ്പി കുടിച്ചു. കുടിച്ചു, വേഗം പറ. എന്റെ പൊന്ന് സാറേ, ഇതൊരു പതിവായി ഈ കാപ്പി കുടി. എന്നിട്ട് ചെല്ലുന്നു, ബൾബ് മാറിയിടുന്നു, കാപ്പി കുടിക്കുന്നു, തിരിച്ചു പോകുന്നു. ചെല്ലുന്നു, ബൾബ് മാറിയിടുന്നു, കാപ്പി കുടിക്കുന്നു, തിരിച്ചു പോകുന്നു. ചെല്ലുന്നു, ബൾബ് മാറിയിടുന്നു, കാപ്പി കുടിക്കുന്നു, തിരിച്ചു പോരുന്നു. ചെല്ലുന്നു, ബൾബ് മാറിയിടുന്നു, കാപ്പി കുടിക്കുന്നു, തിരിച്ചു പോരുന്നു. ഞാനല്ലേ കാപ്പി കുടിക്കാൻ പോയത്? അതെ. സാറാണോ പോയത്? അല്ല, ഞാനല്ല. പിന്നെ സാറെന്തിനാ കാര്യം പറയുന്നത്? നീ പറഞ്ഞു. അപ്പൊ ഞാൻ ചെല്ലുന്നു, ബൾബ് മാറിയിടുന്നു, കാപ്പി കുടിക്കുന്നു, തിരിച്ചു പോകുന്നു. ഈ കാപ്പൂടി മാത്രമേ ഉള്ളൂ, ഊണൊന്നും നടക്കാറില്ലയോ? എന്തോ ഇങ്ങനെ മാറ്റിയിടാൻ ഇതിനും മാത്രം ബൾബ് ആ വീട്ടിൽ എവിടെ ഇരിക്കുന്നതാ? അതല്ല, ഈ കാപ്പികുടി, ഞങ്ങളുടെ തമ്മിലുള്ള ഈ കാപ്പികുടി അവിടെ മൊത്തം അങ്ങ് പരന്നു. നാട്ടിൽ മൊത്തം വാർത്തയായി. ഇത് സദാചാര പോലീസ് അങ്ങ് ഏറ്റെടുത്തു. സദാനന്ദം പോലീസോ? ഏതാടാ സദാനന്ദം പോലീസ്? ഞാൻ അറിയാതെ എന്റെ സ്റ്റേഷനിൽ ഏത് സദാനന്ദം പോലീസാണ്? സാറേ, സദാചാര പോലീസ് അല്ല. സദാചാര പോലീസോ? സദാനന്ദ പോലീസ്. സദാനന്ദ പോലീസ് അല്ല. അതല്ലേ ഞാൻ പറഞ്ഞത്. സാറേ, സദാനന്ദ പോലീസ് അല്ല, സദാചാര പോലീസ് എന്ന് പറഞ്ഞ കുറച്ച് ആളുകളുണ്ട്. അങ്ങനെ കുറച്ച് പേര് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അവന്മാരെല്ലാം കൂടെ ഏറ്റെടുത്തു. അങ്ങനെ ജംഗ്ഷനിലും കവലയിലും ഒക്കെ ഇരുന്ന് ഇത് അങ്ങ് സ്വറപറച്ചിലായി. എന്നിട്ട് അങ്ങ് ഭയങ്കര സംസാരമായി. എന്നിട്ട് ഈ വിവരം ഞാൻ അറിഞ്ഞു. ഞാൻ നേരെ അവിടെ വീട്ടിലോട്ടങ്ങ് ചെന്നു. അവളെ വിളിച്ച് ഞെറക്കി. ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞു വഴക്കായി. അവിടെ നിന്ന് വെട്ടോത്തി എടുത്ത് അവിടെ പെടലിക്കൊരു വെട്ടും കൊടുത്ത് അവിടെ നിന്ന് മണ്ണെണ്ണ എടുത്തൊഴിച്ച് അവിടെ വീടും കത്തിച്ചിട്ട് വരുന്ന വരവാ. ഞാനിതിവിടെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ സാറ് വിചാരിക്കും ഞാൻ ആ തെറ്റുകാരെന്ന്. ഇപ്പൊ വരും അവിടെ വീട്ടുകാര്. എന്തിനു? പരാതിയായിട്ട് എല്ലാത്തിനെയും പിടിച്ച് അങ്ങ് അകത്തിട്ടേക്കണം കേട്ടോ. അങ്ങനെ വേണം. ചെയ്യണം. ചെയ്യുമല്ലോ. ചെയ്തേ പറ്റൂ. അതിനാരോ തടസ്സം പറഞ്ഞത്? അങ്ങനെ വേണം. അങ്ങനെ ചെയ്യാൻ മാന്യ ചെയ്യും.